ഹായ് ഓൾ, വെൽക്കം ടു ഹോംലി പ്രോഫിറ്റ്സ്. ഇന്ന് ജൂലൈ 24 അപ്പം ഇന്ന് ഞാൻ എടുത്തത് ബാങ്ക് നിഫ്റ്റിയുടെ 1 മിനിറ്റ് സ്കാൽപ്പിംഗ് ആണ്. അപ്പം ഇന്ന് ശരിക്കും ഡൗൺ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റായിരുന്നു മോർണിംഗ്. അപ്പോൾ അതിലൊരു പുൾ ബാക്ക് പോലെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എടുത്തത്. അത് ഒരു റിവേഴ്സ് കുറച്ചെങ്കിലും പോകും എന്നുള്ള രീതിയിലാണ് ഞാൻ കയറിയത്. പക്ഷെ അതൊരു 2-3 കാര്യം കൊണ്ട് അതൊരു റോങ് എൻട്രി ആയിരുന്നു. പക്ഷെ ഞാൻ എൻട്രി എടുത്തതിന് ശേഷമാണ് എനിക്കത് മനസ്സിലായത്. ഞാനിപ്പം എൻ്റെ എൻട്രി വന്നത് 10:37 അപ്പം 10:37 അതായത് 36 ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തപ്പോഴാണ് ഞാൻ എൻ്റെ എൻട്രി വന്നത്. അപ്പം ഞാൻ 37 ഞാൻ എൻട്രി എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഞാനത് ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ ഞാനത് അത്ര അങ്ങ് നോട്ടീസ് ചെയ്തില്ലായിരുന്നു. ഞാൻ അതിന് തൊട്ട് മുമ്പ് ഞാൻ നോക്കിയിരുന്നു. പക്ഷെ എൻട്രി പ്ലേസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഈ 9:45 അല്ലെങ്കിൽ 9:46 ഒരു സിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാനത് എടുക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ ശ്രദ്ധിക്കാണ്ടാണ് ഞാൻ കയറി എടുത്തത്. അപ്പോൾ ആ ഒരു 1:2 എന്നുള്ള റിസ്ക് റിവാർഡ് എനിക്ക് ആ ഒരു ലെവലിൽ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം ശരിക്കും ഇന്നിപ്പോൾ ഡൗൺ അടിച്ചത് ആ ഒരു ലെവലിൽ നിന്ന് തന്നെയാണ് റിവേഴ്സ് ആയതും. അപ്പം അത് ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിരുന്നു. പിന്നെ ഇവിടെ ചെറിയൊരു SL കിട്ടിയതുകൊണ്ട് ഞാൻ കയറിയെന്ന് മാത്രം. പക്ഷേ എനിക്ക് ഈ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പം ഒരു സിങ് ഒരു 10:49 എത്തിക്കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ SL ഞാൻ അങ്ങോട്ടേക്ക് മാറ്റി. ആ ഒരു 10:49 ലോ ആയിരുന്നു എൻ്റെ ഒരു SL ആയിട്ട് ഞാൻ വെച്ചത്. പക്ഷേ അത് എനിക്ക് ഈ ഒരു ക്യാൻഡിൽ 10:58 ക്യാൻഡിലൊക്കെ ആയപ്പോഴത്തേക്കും അതെനിക്ക് SL ഹിറ്റായി. അപ്പം ഇതിൽ ഞാനങ്ങനെ SL എനിക്ക് ഇത് കിട്ടാണ്ട് തന്നെ SL ഞാൻ കുറച്ച് കയറ്റി ചെയ്ത് തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഡൗൺ ട്രെൻഡാണ്, നല്ലൊരു മൂവിന് ഓപ്പോസിറ്റായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ട്രെൻഡിന് ഓപ്പോസിറ്റായിട്ടാണ് ഞാൻ കയറിയത്. അതും ചെയ്തൊരു മിസ്റ്റേക്കാണ്. ട്രെൻഡിന് ഓപ്പോസിറ്റ് എടുക്കരുത്. അതുപോലെ തന്നെ ആ ഒരു സിങ്ങെങ്കിലും കട്ട് ചെയ്താൽ മാത്രമേ ആ ഒരു ട്രെൻഡൊന്ന് പോസായി എന്നെങ്കിലും നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. അപ്പം ഇന്ന് എൻ്റെ എൻട്രി തന്നെ അത് റോങ് ആയിരുന്നു. അപ്പോൾ അതെനിക്ക് കോസ്റ്റ് SL കൊടുക്കേണ്ടി വന്നില്ല, പക്ഷെ ഒന്നും കിട്ടിയില്ല. അപ്പം അങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് ട്രേഡ് വന്നത്. എൻ്റെ സെക്കൻഡ് എൻട്രി വന്നത് ഞാനെടുത്ത ആ ഒരു പ്രീവിയസ് എൻട്രിയിൽ നിന്ന് റിവേഴ്സായി താഴേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആണ് ഞാൻ അടുത്ത എൻട്രി എടുത്തത്. എൻ്റെ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് 11:33 ആണ്. 11:33 എൻ്റെ എൻട്രി ക്യാൻഡിൽ വന്നത്. കാരണം അത് ബ്രേക്ക് ചെയ്തിട്ട് അതുപോലെ തന്നെ ഡൗൺ മൂവ് ആയതുകൊണ്ട് വീണ്ടും ഞാൻ അവിടെ ഒന്നും കൂടി കയറി. അതിൽ കയറി കഴിഞ്ഞപ്പം ഇത് ഇന്നത്തെ പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് നല്ലൊരു ഡൗൺ ട്രെൻഡ് ആയതുകൊണ്ടാണ് ശരിക്കും ഞാൻ ഈ ഒരു ക്യാൻഡിലൊക്കെ ഫോം ചെയ്തപ്പോൾ 11:49 ക്യാൻഡിൽ ഫോം ചെയ്തപ്പോഴും ഞാൻ എക്സിറ്റ് ആവാണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇന്ന് നല്ലൊരു ഡൗൺ ട്രെൻഡുമാണ്. അപ്പം ട്രെൻഡിന് അനുസരിച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്തായാലും നമ്മൾക്ക് ആ ഒരു ബെനിഫിറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്തായാലും പ്രോഫിറ്റ് ആവാൻ കുറച്ചും കൂടി ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ 11:49 ഞാൻ എക്സിറ്റ് ആയില്ല, അത് ഹോൾഡ് ചെയ്തു. എനിക്ക് ഈ ഒരു ക്യാൻഡിൽ എൻ്റെ കറക്റ്റ് ടാർഗറ്റ് ഹിറ്റാവുകയും ചെയ്തു. 11:57 എൻ്റെ ടാർഗറ്റ് ഹിറ്റാവുകയും ചെയ്തു. അപ്പം ഇതാണ് ഞാൻ ഇന്ന് എടുത്ത 2 ട്രേഡുകൾ. ഇന്ന് 2 ട്രേഡേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത് രണ്ടുമാണ് ഞാൻ എടുത്തത്. ഒന്ന് എനിക്ക് കോസ്റ്റിൽ ഇറങ്ങാൻ പറ്റി, മറ്റത് എനിക്കൊരു 1:2 എനിക്ക് ഇറങ്ങാനും പറ്റി. അപ്പം എപ്പോഴും എടുക്കുമ്പോൾ ട്രെൻഡിൻ്റെ ഡയറക്ഷൻ തന്നെ നോക്കി എടുക്കാൻ ശ്രമിക്കുക. ട്രെൻഡിൻ്റെ ഡയറക്ഷൻ ആണെങ്കിൽ അതും കൂടി നമുക്കൊരു ബെനിഫിറ്റ് ആയിരിക്കും. അപ്പം ഇതാണ് ഇന്നത്തെ 2 ട്രേഡുകൾ വന്നത്. താങ്ക് യു.